പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രത്തിൽ പാലാഭിഷേകവും സിന്ദൂരാഭിഷേകവും നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനും ഭാരത സൈന്യത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ പതാകകളുമേന്തി കൊല്ലം ചിന്നക്കടയിൽ യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുങ്കുമാഭിഷേകവും പാലാഭിഷേകവും നരേന്ദ്രമോദിയുടെ കട്ടൌട്ടിൽ അർപ്പിച്ചുകൊണ്ട് ഭാരത സൈന്യത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരിച്ചടിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ ജനങ്ങൾ ഒക്കെ തന്നെ രാഷ്ട്രീയവും മതവും ജാതിയും വർണ്ണവുമില്ലാതെ ഒറ്റ മന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ത്രിവർണ്ണ പതാകയിൽ അണിചേർന്നിരിക്കുന്ന നിമിഷമാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ അറിയിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഈ 140 കോടി ജനങ്ങളുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ ചിത്രത്തിൽ കുങ്കുമാഭിഷേകം നടത്തുവാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭാരതത്തിലെ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ, സിന്ദൂര പൊട്ട് മായ്ച്ചു കളഞ്ഞ ഈ പറയുന്ന തീവ്രവാദികൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല, നിന്റെ ഭർത്താവിനെ കൊന്നാലും നിന്നെ ഞാൻ കൊല്ലുന്നില്ല, നീ പോയി നരേന്ദ്രമോദിയോട് പറയണമെന്ന് പറഞ്ഞു. ഭാരതത്തിന് നരേന്ദ്രമോദി കേൾക്കുകയും 140 കോടി ജനങ്ങളോട് പറഞ്ഞു കൃത്യമായ മറുപടി ഇതിന് നൽകുമെന്ന്. ഇന്നലെ ആ ദിനമായിരുന്നു. ഹിന്ദു സംസ്കാരം അനുസരിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാം, 16 കൂടാൻ വേണ്ടി നാളെ ജനങ്ങൾ നിൽക്കുന്ന വേളയിൽ, വിഷമത്തിന്റെ, പ്രയാസത്തിന്റെ, ദുഃഖത്തിന്റെ വേളയിൽ നിൽക്കുമ്പോൾ 15ാമത്തെ ദിനമായിട്ടുള്ള ഇന്ന് രാവിലെ കൃത്യം മറുപടി കൊടുത്ത പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവമോർച്ച 140 കോടി ജനങ്ങളുടെയും സ്നേഹം പ്രകടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പാലാഭിഷേകം ചെയ്യുവാൻ പോവുകയാണ്. ഭാരത് മാതാ കി ജയ്, നരേന്ദ്രമോദി രാജ്യത്തിന്റെ ചെറിയ പ്രഹരം മാത്രമാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇപ്പോൾ അറിഞ്ഞത്. ഇനി വരാൻ കിടക്കുന്നത് ഇതിനേക്കാൾ വലിയ പ്രഹരമാണെന്നും യുവമോർച്ച നേതാക്കൾ പറഞ്ഞു. യുവമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം അഭിറാം, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഭിഷേക് മുണ്ടക്കൽ, ശബരിനാഥ്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റുമാരായ MS ആദിത്യൻ, ജിത്തു കൊറ്റകര, നേതാക്കളായ അനൂപ് ആരോമൽ, വൈശാഖ്, ചിത്ര, ശിവപ്രസാദ്, അനന്തു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ്, അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.